ബിസിനസ്സൊക്കെ അല്ലേ? നല്ല ദുട്ടുണ്ടാക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് ആൾക്കാര് എന്നെ കാണുമ്പോ ചോദിക്കാറ് കേട്ടോ. ഒരുപാട് ബിസിനസ്സൊക്കെ കാണുമല്ലോ. ഒരുപാട് എന്താ പറയാ, ഈ പ്രമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നല്ല രീതിക്ക് ബിസിനസ്സ് പോവുമായിരിക്കുമല്ലോ, നല്ല പൈസ ഉണ്ടാക്കുമായിരിക്കുമല്ലോ എന്നൊക്കെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ സത്യം പറയാൻ എനിക്ക് ചിരി വരും. പിന്നെ ഞാൻ ആലോചിക്കും, അവരങ്ങനെ വിചാരിക്കുവാണെങ്കിൽ വിചാരിച്ചോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കും കേട്ടോ. അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോയില്, ഈ ഒരു സിറ്റ് ഡൗൺ വീഡിയോയില് ഞാൻ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഒരു റിയാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ആൾക്കാര് കാണുമ്പോ എല്ലാം നമ്മളിങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ട് വിശ്വസിക്കരുതെന്ന് പറയില്ലേ? ആ ഒരു അർത്ഥത്തിലായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോനെ കൊണ്ടുപോവാ. അപ്പോ നിങ്ങൾ കാണുമ്പോ ഞാന് ലേബൽ അന്താതയിൽ വീഡിയോ ഇടുന്നു, ഡിസൈൻസിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പൈസ വാരി കൂട്ടുന്നു എന്നൊക്കെ ഉള്ളൊരു ധാരണ നിങ്ങൾക്ക് കാണുമായിരിക്കും. പക്ഷേ ഒരു ബൊട്ടീക്ക് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഫിസിക്കൽ സ്റ്റോർ നടത്തുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എക്സ്പെൻസസ് ഉണ്ട്. നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈ എക്സ്പെൻസസ് ഒക്കെ വരിക. അപ്പോ ആം, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. കാരണം ഞാനിത് ഒരുപാട് എക്സാജറേറ്റ് ചെയ്തൊന്നും പറയുന്നില്ല. വളരെ കുറച്ച് എൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഈ ഒരു നിമിഷത്തിൽ എനിക്ക് എന്താണോ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ആ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബ്രാൻഡ് എന്തുകൊണ്ട് തുടങ്ങിയെന്ന് വെച്ചാൽ അതെൻ്റെ പാഷൻ കൊണ്ടാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു, അത് അതിന് നമുക്കൊരു വിഷൻ കാണും. നമുക്ക് ഈ ബ്രാൻഡ് എവിടം വരെ എത്തണം, നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവുമല്ലോ ഒരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പം ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സാരി സ്റ്റോറും അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടാവും. വിഷൻ ഉണ്ടായി തുടങ്ങുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ബ്രാൻഡ് തുടങ്ങുന്നു എന്നല്ല. ഒരു മണി മോട്ടീവ് ആയിട്ട് നമ്മൾ നിന്നൊരു ബ്രാൻഡ്, ശരി, നമ്മൾ ഒരു ഹോൾസെയിലറിൻ്റെ നമുക്ക് പർച്ചേസ് ചെയ്ത് ഒരു കുറച്ച് പൈസ കൂട്ടി നമുക്കൊരു കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും രൂപ പ്രോഫിറ്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങുന്നത് വേറെ. ഞാൻ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. നമ്മൾ ഉറക്കം കളഞ്ഞ് ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. നാളെ എന്താകും എന്നറിയില്ലാതെ നമ്മൾ വിഷമിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്കുണ്ടാകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഒരു ബ്രാൻഡ്, ഞാൻ ഈ ലേബൽ ആദ്യം പവിലയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാനത് റീബ്രാൻഡ് ചെയ്തിട്ടാണ് ലേബലാക്കിയത്. ലേബൽ അനുരാധ ആ ഒരു ബ്രാൻഡ് ഫോക്കസ് ചെയ്യുന്നത്, എനിക്കൊരു ലോങ് ടേം വിഷൻ ഉണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിൽ കണ്ട് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ ബ്രാൻഡ് എവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോൾ എവിടെ നിൽക്കണം. അങ്ങനെ എനിക്കൊരു വിഷൻ ഉണ്ട്. എൻ്റെ പാഷൻ പ്ലസ് വിഷനാണ് എൻ്റെ ഒരു ബ്രാൻഡ്. അപ്പോൾ പാഷൻ ഈസ് ദെയർ. നമുക്ക് പാഷൻ കൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇൻവെൻട്രിയുടെ കാര്യമോ അല്ലെങ്കിൽ സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമോ അതൊന്നും എനിക്ക് അറിയാതെയാണ് ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. അപ്പോൾ ഇയേഴ്സ് ബാക്ക് ഞാനിത് തുടങ്ങുമ്പോൾ എനിക്ക് എനിക്ക് സ്റ്റാഫൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ. ആകെപ്പാടെ ഒരു സ്റ്റാഫ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരാൾ ചെയ്യുമായിരുന്നു. അതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റാഫ് വരുമ്പോൾ എന്ത് ചെയ്യാം, അവരെ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പാഷൻ കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത് വേറൊരു ലെവലിലേക്ക് ഞാൻ എന്നെ വളർത്തി കൊണ്ടുവന്നു. അത് ഫാക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു എസ്പെഷ്യലി ഒരു ഫിസിക്കൽ സ്റ്റോറായിട്ട് ഇടുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മളൊരു നമ്മളൊരു ലോങ് ടേം വിഷൻ വെച്ചിട്ട് നമ്മൾ പോവുക. അപ്പോൾ എനിക്കിത് ആദ്യം തുടങ്ങുമ്പം ആക്ച്വലി ഒരു കുട്ടിക്കളിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു പാഷനുണ്ട്. ശരി, എനിക്ക് ഡിസൈനിങ് എൻ്റെ ഒരു പാഷനാണ്. അത് വെച്ച് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഓരോ ദിവസം പോകുന്തോറും അതിൻ്റെ ചാലഞ്ചസ് ആയിരുന്നു എനിക്ക് കൂടുതലും. കാരണം ഇപ്പം നമ്മളൊരു കസ്റ്റമറിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ആ കസ്റ്റമർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇപ്പം ഇഷ്ടപ്പെടുന്നത് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ എങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ വിഷനുണ്ട്, പാഷനുണ്ട്, ബിസിനസ് ഉണ്ട്. ഇത് നമ്മൾ 3 കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്തു വെക്കാം. ഇനി സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതാണ് ഈ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഡിസ്കൗണ്ട് ചോദിക്കുന്നത്. പിന്നെ അടുത്ത ഈ ബിസിനസ്സിൻ്റെ കാര്യം വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പെൻസസ് ആണ്. നമുക്ക് കയ്യിൽ ഒതുങ്ങാത്തത്രയും എക്സ്പെൻസസ് ചിലപ്പോൾ നമുക്ക് വന്നിരിക്കാം. നമ്മൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ കുറച്ചെങ്കിലും ഒരു സൗണ്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷോപ്പ് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. കാരണം
പെട്ടെന്നാണ് നമുക്കൊരു എക്സ്പെൻസസ് വരുന്നത്. ചിലപ്പോൾ റെൻറ്റ് റെൻറ്റ് നമുക്ക് എന്തായാലും കൊടുക്കണം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് റെൻറ്റിനാണ് ഈ ഒരു ബിൽഡിംഗ്. അപ്പോൾ റെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ നിലവിലുള്ള ബുട്ടീക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ സ്ഥലത്തും AC ഉണ്ട്. ഈ AC മിക്ക സമയവും ഓണായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം ചാർജസ് ആയിരിക്കും ഒരു മാസം നമ്മുടെ ബുട്ടീക്ക് റൺ ചെയ്യാൻ വേണ്ടി വരിക എന്നുള്ള ഇലക്ട്രിസിറ്റിക്ക്. അപ്പോൾ 2 മന്ത്സ് കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വരും. അപ്പോൾ ആദ്യത്തെ മാസം നമുക്കൊന്ന് ഇതായിട്ടിരിക്കാം. ഈ മാസം ഇലക്ട്രിസിറ്റി ബില്ല് വരില്ലല്ലോ. അടുത്ത മാസം തുടങ്ങുമ്പോൾ തൊട്ട് ഒരു എന്താ പറയുക, നെഞ്ചെടുപ്പായിരിക്കും. ഇലക്ട്രിസിറ്റി ബില്ല് വരും, എത്ര വരുമായിരിക്കും, നമുക്കൊരു ആപ്രിഹെൻഷൻ വരില്ലേ. ഈ ഇലക്ട്രിസിറ്റി ബില്ലും ചാർജസും ഒക്കെ ഉണ്ട്. വാട്ടർ ബില്ലുണ്ട്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 വീടാണ് റെൻറ്റിന് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബുട്ടീക്ക് ഇരിക്കുന്ന സ്ഥലവും അത് കൂടാതെ വേറൊരു സ്പേസും കൂടെ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാഫിനൊക്കെ താമസിക്കാനായിട്ട്. അവർക്ക് അക്കോമഡേഷൻ കൊടുക്കണം, അതിൻ്റെ കാര്യം നോക്കണം, അവരുടെ ഗ്യാസിൻ്റെ കാര്യം നോക്കണം. അവർ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഗ്യാസൊക്കെ നമ്മളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ ഹിന്ദിക്കാരുടെ എല്ലാവരുടെയും ഡിമാൻഡ് അത് തന്നെയാണ്. പിന്നെ ഇവരുടെ സാലറിയുടെ കാര്യം നോക്കണം. ഇത്രയും സ്റ്റാഫ് ഉണ്ട്, അവരുടെ സാലറിയുടെ കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വരുന്നത്, സ്റ്റാഫ് മാനേജ്മെൻറ്റ്, ഓവറോൾ സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം നോക്കണം. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് അവരെ മാനേജ് ചെയ്യുന്നത് വേറൊരു രീതിക്കാണ്. അപ്പോൾ അത് എനിക്ക് ഡയറക്റ്റ്ലി ഞാൻ ആദ്യം ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിൽ തന്നെ ഞാൻ വേറൊരു മാനേജറിനെ വെച്ചിട്ടുണ്ട്. മാനേജറാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ എനിക്ക് ഈ മാനേജർമാരെയും ഡിസൈനേഴ്സിനെയും എനിക്ക് കൺട്രോൾ ചെയ്യണ്ടേ, അതായത് അവരെ മാനേജ് ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ടാസ്ക് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വരുവാണ്. ഇവർ ചെയ്യുന്ന ഈ കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇവരുടെ ഡെയിലി വേജസിൻ്റെ കാര്യമായിരുന്നാലും, നമ്മൾ സാധനം ഇൻവെൻട്രീസ് എടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും, പിന്നെ അതെല്ലാം വലിയ എക്സ്പെൻസസ് ആണ്. നമ്മുടെ ഇപ്പോൾ ഓൾട്രേഷൻസ് വരുവാണെങ്കിലും അതും ഒരു സെപ്പറേറ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ GST ഉണ്ട്, പിന്നെ ബില്ലിങ്ങിൻ്റെ ടാക്സസും അത് ഇതും ചപ്പ് ചവറ് എല്ലാം തലവേദനയായിരിക്കും, തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം. അപ്പോൾ നമ്മൾ പാക്കേജിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ പാക്കേജിങ് നമ്മൾ നല്ല രീതിക്ക് പാക്കേജിങ് ഒക്കെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വരും. അതൊക്കെ വലിയൊരു എക്സ്പെൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബുട്ടീക്ക്. എന്നാൽ ഞാൻ പറയുന്ന ബുട്ടീക്കിൻ്റെ കാര്യം മാത്രമാണ്, ബുട്ടീക്ക് നടത്തുമ്പോൾ. പിന്നെ അഡീഷണലി നമുക്ക് കുറേ എന്താ പറയുക, എക്സ്പെൻസ് എന്നല്ല, കുറേ കോംപ്ലിക്കേഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മളോട് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഒക്കെ ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഒരാൾ ഡിസ്കൗണ്ട് ഇത്ര റേറ്റ്, ഇപ്പോൾ 1000 രൂപയ്ക്ക് ഒരു ബ്ലൗസ് വയ്ക്കുന്നു, ആ 1000 രൂപയ്ക്കുള്ള ഫിനിഷ് നമ്മൾ ആ ബ്ലൗസിന് കൊടുത്താലേ ആ കസ്റ്റമർ ഹാപ്പി ആവുള്ളൂ. അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് എനിക്കത് 500 രൂപയ്ക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഫിനിഷിംഗ് ആക്കി കൊടുക്കാൻ പറ്റും. നമ്മളൊക്കെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ 1000 റുപ്പീസിൻ്റെ വർത്ത് ഓഫ് ഫിനിഷിംഗ് ആണ് ഒരു ബ്ലൗസിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ എത്രയാണോ, ഇപ്പോൾ ഒരു ബ്ലൗസിന് 1500 ആയിരിക്കാം, 2000 ആയിരിക്കാം, അല്ലെങ്കിൽ പാറ്റേൺ ബ്ലൗസിന് 2500 റുപ്പീസ് പ്ലസ് ആയിരിക്കാം. പക്ഷെ അതിനൊക്കെ നമുക്ക് ആ രീതിക്കുള്ള ഫിനിഷിങ് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഹെവി ഡിസ്കൗണ്ട്സ് ചോദിക്കുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഷോപ്പിലുള്ള വർക്കേഴ്സ്, ഈ സ്റ്റാഫ് ആരും എനിക്ക് സ്റ്റാഫിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ, ഇത് എനിക്ക് പരിചയമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇവരെനിക്ക് ഡിസ്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് തയ്ച്ചാൽ മതി എന്നെനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അവരെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ രീതിക്കല്ലേ ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചോദിച്ച് വരുമ്പോൾ അത് നമുക്ക് കൂടുതൽ നമ്മുടെ ഒരു റിലേഷനെ നമ്മളത് കോംപ്ലിക്കേറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, ഒരുപാട് നല്ല കസ്റ്റമേഴ്സ്. അതായത് അവർ വന്നിട്ട് നമ്മളിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് കൂടുതലും വരിക. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഒരു പ്രോഡക്റ്റ് ചെയ്ത് കൊടുത്തതിൽ അവർ വളരെയധികം ഹാപ്പി ആയതുകൊണ്ടായിരിക്കുമല്ലോ വീണ്ടും വരിക. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്കിതിന് മുന്നേ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഇത് എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയുക. എനിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ കസ്റ്റമറിന് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമുണ്ടായിരുന്നു. കസ്റ്റമർ വന്നു, നമ്മൾ റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ്, അവർക്ക് ഹാൻഡ് എംബ്രോയിഡറി ഒന്നുമില്ല, പ്രിൻസസ് കട്ടിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. വേറൊരു പാറ്റേൺ ആയിരുന്നു. ആ പാറ്റേൺ വെച്ചിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, ഇട്ടു. പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് നമ്മുടെ കട്ടിങ് മാസ്റ്ററിൻ്റെ അടുത്തും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഒരു വർക്ക് ഏറ്റെടുക്കുന്നത്.
പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ ബ്ലൗസ്. അവർ വളരെ നല്ല രീതിക്കാണ് നമ്മുടെ അടുത്ത് പെരുമാറിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ചെയ്തപ്പോഴത്തേനും പേയ്മെന്റ് കൊടുക്കാറായപ്പോഴത്തേനും അന്ന് നമ്മൾ പറഞ്ഞ ചാർജ് ആ ഒരു 1500 തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞു തുടങ്ങി അത് എനിക്ക് ഡിസ്കൗണ്ട് വേണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ പറഞ്ഞു, മാം അങ്ങനെ ഡിസ്കൗണ്ടിന്റെ ഇതല്ല, നമ്മൾ ഒരു വർക്ക് എടുത്ത് ഇത്രയും ഫിനിഷ് ആയിട്ട് ചെയ്തതല്ലേ, ഇത്രയും ഫിനിഷിംഗ് കൂടെ ചെയ്യുമ്പോൾ അതിനെത്രയാണോ വർത്ത് അത് നമ്മൾ ചാർജ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനത്തെ രീതിയിൽ പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി എൻ്റെ അടുത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അത് അത്ര വലിയ ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായത് കേട്ടപ്പോൾ. കാരണം പുള്ളിക്കാരി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് പെർഫെക്റ്റ് ആയിരുന്നു അവർക്ക്. അവർ ഹാപ്പി ആയതാണ്. അവർ എക്സ്പെക്ട് ചെയ്ത് കാണും ഞാൻ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന്. പക്ഷേ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും അപ്പോൾ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്താൽ മറ്റൊരാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ചാർജ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ചാർജിലായിരിക്കും എല്ലാവർക്കും നമ്മൾ കൊടുക്കുക. അല്ലാതെ അവിടെ ഒരു ഡിസ്കൗണ്ട് ഇവിടെ വേറൊരു ഡിസ്കൗണ്ട് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്നാണ് ആ പുള്ളിക്കാരിയുടെ ടോൺ മാറിയിട്ട് അത്ര വലിയ ഇതൊന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ദേഷ്യത്തിലാണ് പോയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കാരണം നമ്മൾ ഒരു ബ്ലൗസ് എടുക്കുമ്പോൾ ഒരു ബ്രൈഡൽ ബ്ലൗസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു നോർമൽ കട്ടിലൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ തരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ തരുന്നതായിക്കോട്ടെ, ഇപ്പം എന്താണെങ്കിലും നമ്മൾ ഇതിനെ ഈക്വലായിട്ട് കണ്ടാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. അത്രയും നമ്മളൊരു ഇതിൽ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ ഒരു നോർമൽ ബ്ലൗസ് പോലും നമുക്ക് വെറുതെ നമ്മൾ മാസ്റ്ററുടെ അടുത്ത് കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാറില്ല. അവിടെ ഡിസൈനേഴ്സ് നിന്നേ അതിനെ കട്ട് ചെയ്യിപ്പിക്കാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി ഉണ്ടെങ്കിൽ അത് നിന്നേ ചെയ്യിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ഇവിടെ ഉള്ള വർക്ക്. ഇവിടെ ഇപ്പോൾ 10:30 മുതൽ 7 വരെയാണ് വർക്കിംഗ് അവേഴ്സ്. ഈ 10:30 മുതൽ 7 വരെ നമ്മുടെ ഡിസൈനേഴ്സ് ഇരിക്കാറില്ല. അവരെപ്പോഴും ഈ വർക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓരോ ജോലി ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഡെഡിക്കേഷൻ നോക്കണ്ടേ? എനിക്കിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ള? അവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള സാലറി എനിക്ക് അവർക്ക് കൊടുക്കണം. ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ലെഹങ്ക അല്ലെങ്കിൽ ഒരു ഒരു സൽവാർ സെറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഹാർഡ് വർക്കും കൂടെ അതിലുണ്ട്. മാസ്റ്റർ കട്ട് ചെയ്യുന്നു, ഒരു കുട്ടി നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയെല്ലാം ചെയ്യിപ്പിക്കുമല്ലേ. അപ്പം അതിനുള്ള റിവാർഡ് നമുക്ക് അവർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ മെജോറിറ്റി നമ്മുടെ ക്ലയൻസും വളരെ നല്ല ക്ലയൻസ് ആണ്. വളരെ നല്ല ക്ലയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കത് വാക്കാലേ പറയാൻ പറ്റുന്നില്ല. അത്ര ഹാപ്പി ആയിട്ട് ഇപ്പം ഞാൻ പറയുന്നത് നമ്മളെ വന്ന് ഇങ്ങനെ സൂചിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മളടുത്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയും. ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്ന് കൺസേൺ കാരണം പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സ്, അത് ജെന്യുയിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ഫോക്കസും ചെയ്യുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ പറയുവാണ്, എന്നോട് വന്ന് ആരെങ്കിലും ഇങ്ങനെ പറയുവാണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കുറച്ച്, പണ്ടൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒറ്റ സ്റ്റിച്ചിന് ആ ഒരു ഔട്ട്ഫിറ്റ് ശരിയാകണം എന്നില്ല. അതിപ്പോൾ ഒരു കട്ടിംഗ് മാസ്റ്ററിനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒറ്റ ഇതിന് ശരിയാകണം എന്നില്ല. പക്ഷെ ചിലപ്പോൾ ചില ഓൾട്രേഷൻസ് ഒക്കെ വേണ്ടി വരുമായിരിക്കാം. പിന്നെ നമ്മൾ ഒരു ഷോപ്പ് നടത്തുമ്പോൾ നമ്മൾ അതിൽ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു എമർജൻസി വർക്ക് വരുന്നതായിരിക്കാം. ആ ഒരു എമർജൻസി വർക്ക് ചെയ്ത് തീർത്ത് കൊടുക്കുന്നവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം എമർജൻസി വർക്കായിരിക്കും നമുക്ക് വരിക. ഇപ്പം ആക്ച്വലി എൻ്റെ ഒരു ഗ്രാഫ് ഞാൻ നോക്കുമ്പോൾ വളരെ മേളിലോട്ട് പോകുന്നൊരു ഗ്രാഫാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഓരോ കസ്റ്റമർ വരുമ്പോൾ, പുതിയ കസ്റ്റമേഴ്സ് വരുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും ഒക്കെ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. ഫസ്റ്റ്ലി ഞാൻ പറയുന്നു. പക്ഷേ ഒരുപാട് പേര് നമ്മളെ വിശ്വസിച്ച് ഇപ്പോൾ വരുമ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു ബുട്ടീക്ക് ഓണർ എനിക്കത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഒരു മെജോറിറ്റി കസ്റ്റമേഴ്സ് നമ്മളടുത്ത് വന്നിട്ട് ബ്ലൗസ് അങ്ങ് തരും. തന്നിട്ട് പറയും, അനു ബാക്കി നോക്കിക്കോളുമല്ലോ, അനു ചെയ്തോളും, അനു ഡിസൈൻ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് തരുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അതൊക്കെയാണ് നമ്മളൊരു ബിസിനസ് നടത്തുന്നതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത്. തരുന്നു, അനു ചെയ്ത് തന്നേക്കും, വന്ന് ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും, അവർക്ക് ആ പാറ്റേൺ ഇഷ്ടപ്പെടും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഹാപ്പി ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഇങ്ങനെ ഒരു മുഖം, ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെടുന്നത് ഭയങ്കരമായിട്ട് ഒരു വർത്ത് ഇറ്റ് ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നെ ചില ബ്രൈഡ്സ് വരുമ്പോൾ ബ്രൈഡ്സിൻ്റെ ഒരു സന്തോഷം മുഖത്ത് ആ ഹാൻഡ് എംബ്രോയിഡറി എല്ലാം കാണുമ്പോൾ ഞാൻ ബ്രൈഡ്സിനെ കുറച്ച് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നും. അവരുടെ ആ ഒരു
സന്തോഷം എക്സ്പ്രസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം, ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയും, ഞാനില്ലാത്തപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ഉടനെ ഓടിയെത്തും എന്ന് പറയും. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഓടി വരുന്നത് തന്നെ. കാരണം അത്രയും ഒരു സന്തോഷം, ഒരു സ്നേഹവും നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടു വരുവാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അതെല്ലാം നടന്നോളും പോസിറ്റീവായിട്ട് വിചാരിക്കാമെന്ന് നമുക്കൊരു ഫീലിംഗ് വരും. അപ്പോൾ ഇതിൽ ഒരു ഷോപ്പ് നടത്തുമ്പോൾ നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്ത് നമുക്കൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് പറ്റില്ല. അത് ഫാക്റ്റാണ്. നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരോട് നമുക്കൊരു എന്താ പറയുക, നമുക്ക് തന്നെ തോന്നുമല്ലോ, ശരിയാവില്ലായിരിക്കും എന്ന് നമുക്കൊരു ഗട്ട് ഫീലിംഗ് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ തോന്നുന്ന ആൾക്കാരും വരാറുണ്ട്. വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ മോശമായിട്ട് പറയുന്ന ആൾക്കാരും വരാറുണ്ട്. പക്ഷെ നമ്മൾ അത് കേൾക്കും, അതങ്ങ് കളയും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ബൊട്ടീക്ക് നടത്തുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ യെസ്, അത് ഡെഫിനറ്റ്ലി അതൊരു പോസിറ്റീവ് ഡെഫിനറ്റ്ലി അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആകും. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. ഇപ്പോൾ ഞാൻ തന്നെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 to 7 years ആകുന്നു. അപ്പോൾ ഫുള്ളി കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 10 years ആവുന്നു. പക്ഷേ ഒരു ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് ഒരു 6 years ഒക്കെ ആവുന്നു. അപ്പോൾ ഈ 6 yearsലും ഐ എം സ്റ്റിൽ എൻ്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഇനിയും കിടക്കുന്നേ ഉള്ളൂ എനിക്ക് ട്രാവൽ ചെയ്ത് ഒരു ഡെസ്റ്റിനേഷൻ എത്താനായിട്ട്. അപ്പോൾ ഈ ഓരോ ട്രെൻഡ് വരുന്നതിനനുസരിച്ചും നമ്മളത് മനസ്സിലാക്കണം, നമ്മളത് ചെയ്യണം, നമ്മൾ ട്രയൽ നോക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. നമ്മളെല്ലാം പഴയ കാര്യങ്ങൾ വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പുതിയ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളായിട്ട് കുറേ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് പല ബ്ലൗസ് ഡിസൈൻസ് ആണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറിയിലാണെങ്കിലും നമ്മൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ടൈം പാസ്സായിട്ട് നടത്തുന്നതാണെങ്കിൽ നമുക്ക് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് യു ഹാവ് എ ഫിസിക്കൽ സ്റ്റോർ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് നടത്തുവാണ്, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നു, നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടും. ഒരുപാട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇത് ആരെയും മോശപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയോ പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല. അപ്പോൾ നിങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കാണുമല്ലോ. ഇപ്പോൾ ഈ ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കൂടുതലും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.